അപ്പോൾ നമുക്ക് എല്ലാ ദിവസത്തെയും പോലെ തന്നെ നമ്മുടെ ഇന്ന് ട്രേഡിൻ്റെ അനാലിസിസ് ആണ്. ഞാൻ നിങ്ങളുടെ കാണാൻ പറ്റും. നിഫ്റ്റിയുടെ 22,150 സി ആയിരുന്നു വാങ്ങിച്ചിട്ടുള്ളത്. 9:39 സമയത്ത് വാങ്ങിക്കുകയും 115 റേഞ്ചായിരുന്നു ആവറേജ് പ്രൈസ്. അതിനുശേഷം 90 രൂപയ്ക്ക് ഞാൻ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ സ്റ്റോപ്പ് ലോസ് ഹിറ്റായ സമയത്ത് ഞാൻ എക്സിറ്റ് ആവാനുണ്ടായത്. അപ്പോൾ ഈ ട്രേഡിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിന് മുമ്പ് നമുക്കിന്ന് മാർക്കറ്റിൽ എന്ന് അറിയാമല്ലോ, മാർക്കറ്റിൻ്റെ ഈ ഒരു മന്ത് സർവൈവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഓപ്ഷൻ ബയേഴ്സ് ആണെന്നുണ്ടെങ്കിലും സെല്ലേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഈ ഒരു മന്ത് സർവൈവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അതിൻ്റെ കാരണം ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞല്ലോ, ഇന്ത്യ വെക്സിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ വയലൻ്റ് ആയിട്ടുള്ള മൂവാണ് മാർക്കറ്റ് തരുന്നത്. ഒരു 50 പോയിൻറ്റ് മുകളിലോട്ടും ഒറ്റ ക്യാൻഡിൽ തന്നെ 50 പോയിൻറ്റ് മുകളിലോട്ടും 50 പോയിൻറ്റ് താഴോട്ടും. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെയാണ് ശരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസും കാര്യങ്ങളൊക്കെ ഹിറ്റായാൽ നമ്മൾ റിവെഞ്ച് ട്രേഡിനൊക്കെ നോക്കുന്ന ഒരു സമയം കൂടിയാണിത്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ മാക്സിമം നമുക്ക് ലോസ് നമ്മുടെ സിസ്റ്റത്തിനെ ഫോളോ ചെയ്യുക. നമ്മൾ ലോസ് ഹിറ്റാവുന്ന സമയത്ത് അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റാവുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു ഗട്ട് ഫീലിംഗ് കൊണ്ട് മാർക്കറ്റിനെ ഒരിക്കലും സമീപിക്കരുത്. അപ്പോൾ ഞാൻ ഇന്ന് എടുത്തിട്ടുള്ള ട്രേഡ് 22,150 അത് ഏകദേശം അപ്സൈഡ് തന്നെ പോയിട്ടുണ്ട്. അതിൻ്റെ ഡയറക്ഷൻ കറക്റ്റായിട്ടുണ്ട്. എൻ്റെ ഡയറക്ഷൻ കറക്റ്റായിട്ട് പോലും ആ ഒരു സ്റ്റോപ്പ് ലോസ് എനിക്ക് ഹിറ്റായി. അപ്പോൾ ആ സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടാണ് പിന്നീട് തിരിച്ച് കയറിപ്പോയത്. കഴിഞ്ഞ ദിവസവും ഇതേ കാര്യം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസത്തെ ട്രേഡ് വാച്ച് ചെയ്തവർക്കറിയാം. ഞാൻ ഏകദേശം നിഫ്റ്റിയിൽ ആ ട്രേഡ് എടുക്കുന്ന സമയത്തും ഇതുപോലെ തന്നെ ഒരു അപ്സൈഡ് ബ്രേക്കൗട്ട് തന്നു. ആ അപ്സൈഡ് ബ്രേക്കൗട്ടിന് ശേഷം പിന്നെ അടുത്തൊരു ഫാളും കൂടെ തന്നിട്ടാണ് പിന്നീട് ഫർദർ അപ്സൈഡിലോട്ട് നിഫ്റ്റി പോയത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും കറക്റ്റായിട്ടുള്ള പൊസിഷൻ സൈസിങ്ങും ലോസ് അടിച്ചു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് അടിച്ചു കഴിഞ്ഞാൽ എക്സിറ്റ് ചെയ്ത് ഇറങ്ങാനായിട്ടാണ് ശ്രമിക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മുടെ ഗട്ട് ഫീലിംഗ് കൊണ്ട് മാക്സിമം നമ്മൾ കളിക്കാതിരിക്കുക. കാരണം ഈ ഒരു സമയത്ത് മാക്സിമം നമ്മൾ റിവെഞ്ച് ട്രേഡിനൊക്കെ ശ്രമിക്കുന്നൊരു സമയം കൂടിയാണ്. ഇപ്പോൾ ഒരു ലോസ് നമുക്കിപ്പോൾ എൻ്റെ ഒരു കേസിൻ്റെ ഒരു സിനാരിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇന്നത്തെ ട്രേഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻട്രി എടുത്തിട്ടുള്ളത് രാവിലെ തന്നെ ഒരു വയലൻ്റ് മൂവാണ്. ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായിരുന്നു ഈ ഒരു റെസിസ്റ്റൻസ് സോൺ, അതായത് 22,100 സോൺ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ആ ഒരു റെസിസ്റ്റൻസിന് അവിടെ വന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു റെസിസ്റ്റൻസിൽ എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇന്ന് ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ 9:15 ക്യാൻഡിൽ തന്നെ മാർക്കറ്റ് ഒരു ചെറിയൊരു ഗ്യാപ്പോട് കൂടി ഓപ്പൺ ആവുകയും ആ ഒരു 9:15 ക്യാൻഡിൽ തന്നെ ജസ്റ്റ് ഒന്ന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്കിവിടെ കാണാം, ആ ബ്രേക്ക് ചെയ്തതിന് ശേഷം ഒരു ഫർദർ ഡൗൺ സൈഡ് അല്ലെങ്കിൽ ഒരു സെൽ ഓഫ് വരുന്നു. ആ സെൽ ഓഫ് അടുത്ത ക്യാൻഡിൽ അത് നല്ല രീതിയിൽ അക്യുമുലേഷനോടെ നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഈ ഒരു ക്യാൻഡിൽ ശരിക്കും ഞാൻ വിചാരിച്ചിരുന്നത് ഓക്കെ ഒരു ബുള്ളിഷ് മാർക്കറ്റ് തന്നെ അല്ലെങ്കിൽ അപ്സൈഡ് തന്നെ പോകാമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഈ ഒരു മൂവ്മെൻറ്റ്, ഈ 2 ക്യാൻഡിലിൻ്റെ മൂവ്മെൻറ്റ് കണ്ടപ്പോൾ എനിക്കൊന്ന് അപ്സൈഡ് പോകുന്നതിലൊരു ഇതുണ്ടായിരുന്നു. അതിനുശേഷം ഞാനൊന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു, എന്തെങ്കിലും ഒരു ഡൗൺ സൈഡ് വരാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അല്ലെങ്കിൽ ഈ ഒരു 2 ക്യാൻഡിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ 2 ക്യാൻഡിലെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ക്ലോസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എൻട്രി എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഫർദർ അപ്സൈഡ് തന്നെ കാണിച്ചുകൊണ്ട് ഒരു ക്യാൻഡിൽ വന്നു. അപ്പോൾ ഈ ഒരു 9:35 ക്യാൻഡിൽ, നിഫ്റ്റിയിലെ 9:35 ക്യാൻഡിലായിരുന്നു എൻട്രി എടുത്തിട്ടുള്ളത്. ആ ഒരു ക്യാൻഡിൽ കറക്റ്റ് ഒരു എൻട്രി കിട്ടി. അതുപോലെ തന്നെ നമ്മുടെ ഒരു സ്റ്റോപ്പ് ലോസും ഫേവറബിൾ ആയിട്ടുള്ളൊരു സ്റ്റോപ്പ് ലോസ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു ഭാഗത്തായിരുന്നു എൻട്രി എടുത്തത് 9:35 ക്യാൻഡിൽ. ആ ഒരു ക്യാൻഡിൽ ക്ലോസിലായിരുന്നു എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു ക്ലോസിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഈ ഒരു ക്യാൻഡിൽ ക്ലോസായി 9:35 എൻട്രി എടുത്തു. അതിനുശേഷം നിങ്ങൾക്കിവിടെ കാണാം ജസ്റ്റ് ഒന്ന് ഫർദർ ഡൗൺ സൈഡ് പോയതിനു ശേഷം പെട്ടെന്നൊരു സഡൻ മൂവ്മെൻറ്റ് 9:55 ക്യാൻഡിൽ ഒരു സഡൻ മൂവ്മെൻറ്റ് കിട്ടി. പക്ഷേ അത് സർവൈവ് ചെയ്തില്ല. അത് സർവൈവ് ചെയ്യാത്തതുകൊണ്ട് തന്നെ അടുത്തൊരു ക്യാൻഡിൽ ഇവിടെയൊക്കെ ബൈ പോയവരുടെയൊക്കെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുന്ന ഒരു ക്യാൻഡിലാണ്. അപ്പോൾ ഇവിടെയും ബൈ പോയവരുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുണ്ടാവും. അതാണ് ഈ ക്യാൻഡിൽ പറയുന്നത്. ഈ ക്യാൻഡിൽ അത്രയ്ക്ക് 10 മണിയുടെ ക്യാൻഡിൽ നോക്കിയാൽ മനസ്സിലാവും ആ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. പിന്നെ അതിനുശേഷം വീണ്ടും അക്യുമുലേഷൻ നടക്കുന്നുണ്ട്. പിന്നെ മാർക്കറ്റ് തിരിച്ചു കയറി പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ പ്രത്യേകിച്ച് നമുക്ക് റിവെഞ്ച് ട്രേഡിംഗ് ഒക്കെ പോലുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് തോന്നും. കാരണം നമ്മളെടുത്തിട്ടുള്ള എൻട്രിയാണ് നമ്മുടെ കൺവിക്ഷൻ കറക്റ്റാണ്, ക്ലിയറാണ്. പക്ഷേ കൺവിക്ഷൻ എത്ര മാർക്കറ്റിൽ ഉണ്ടോയെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച തരത്തിലാണ് മാർക്കറ്റ് പോകണമെന്നുണ്ടെങ്കിലും നമ്മൾ റിസ്ക് റിവാർഡിനെ എപ്പോഴും റെസ്പെക്റ്റ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഈ ഒരു ക്യാൻഡിൽ 10 മണിയുടെ ഈ ക്യാൻഡിൽ വന്നപ്പോൾ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. അങ്ങനെയാണ് ഞാൻ ഈ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ആയത്. അപ്പോൾ നമുക്ക് കൂടുതൽ വൈഡായിട്ട് സ്റ്റോപ്പ് ലോസ് വയ്ക്കാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ റിസ്ക് റിവാർഡ് എന്താണോ അത് ഫോളോ ചെയ്യാം. അപ്പോൾ ഇന്ന് ആ ഒരു ട്രേഡ് പിന്നെ അവസാനം എൻഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് മാർക്കറ്റിൽ നിന്ന് ക്ലോസ് ചെയ്തിരിക്കുന്ന ഏകദേശം 22,200 റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അപ്സൈഡിലും മാർക്കറ്റ് ശരിക്കും വലിയൊരു പ്രീമിയത്തിലൊന്നും വലിയൊരു മാറ്റം കണ്ടില്ല. അല്ലെങ്കിൽ പ്രീമിയം വലിയൊരു മൂവ്മെൻ്റ് ഒന്നും കിട്ടിയില്ല. വളരെ ഒരു ചോപ്പി ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിലും
വലിയ രീതിയിൽ ആ ഒരു പ്രീമിയം ഒന്നും മൂവ് ആയിട്ടില്ല. ഞാൻ എടുത്തിട്ടുള്ള 22,150 കേസാണെന്നുണ്ടെങ്കിലും ആ പ്രീമിയത്തിലൊന്നും വലിയൊരു മൂവ്മെൻറ്റ് വന്നിട്ടില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ നിഫ്റ്റിയിൽ എടുത്തിട്ടുള്ള ട്രേഡ് എന്ന് പറയുന്നത്. ഇനി ഇതേ കാര്യം നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലോട്ട് നോക്കിയാലും ബാങ്ക് നിഫ്റ്റി ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ള ലെവലായിരുന്നു 47,900 അതുപോലെ തന്നെ ഈ ഒരു സോണിനകത്ത് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സോൺ ബ്രേക്ക് ആണെന്നുണ്ടെങ്കിൽ എൻട്രി എടുക്കാമെന്നുള്ള കൺസിഡറേഷനിലായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ ഒരു ബാങ്ക് നിഫ്റ്റിയുടെ കേസിലാണെന്നുണ്ടെങ്കിലും അവിടെ നിന്നൊരു റിജക്ഷനാണ് വന്നത്. 47,900 ഒരു റിജക്ഷൻ വരുന്നു. ആ റിജക്ഷന് ശേഷം ഇവിടെ വന്നിട്ട് ഒരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇവിടെയും റെസിസ്റ്റൻസ് ഫേസ് ചെയ്തു. ബാങ്ക് നിഫ്റ്റി ശരിക്കും ആ ഒരു മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ടില്ല. 47,900 എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ഇതുവരെ ബ്രേക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് നാളെ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ആവോ ഇല്ലേ നമുക്ക് നോക്കാം. അപ്പോൾ ഇങ്ങനത്തെ മാർക്കറ്റ് വരുമ്പോഴത്തേക്കും പ്രത്യേകം ശ്രദ്ധിക്കണം. കറക്റ്റായിട്ട് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി കഴിഞ്ഞാൽ എക്സിറ്റ് ചെയ്യുക. മാർക്കറ്റിനോട് ചലഞ്ച് ചെയ്യരുത്, റിവെഞ്ച് ട്രേഡിങ്ങിനൊന്നും പോരുത്. അത് ഇരട്ടി നമുക്ക് മാക്സിമം ഈ ഒരു സമയത്തൊക്കെയാണ് അക്കൗണ്ടൊക്കെ ബ്ലോൺ ആവാനുള്ള ചാൻസ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം നമ്മുടെ എന്താണോ റിസ്ക് ആ റിസ്ക് അക്സെപ്റ്റ് ചെയ്തിട്ട് ഇറങ്ങുക. സർവൈവ് ചെയ്യാന്നുള്ളതാണ് ഈ ഒരു മന്ത് നമുക്ക് ഏറ്റവും കൂടുതൽ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നാളെ നമുക്ക് പുതിയൊരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.